നമസ്കാരം. ബലിമൃഗം ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ CPM അവരുടെ ബലിമൃഗത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള M സ്വരാജാണ് മത്സരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും. ഇതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. നമുക്കറിയാമല്ലോ പഴയ കുഞ്ഞാലി, ആ കുഞ്ഞാലിയുടെ മണ്ഡലത്തിൽ CPM പാർട്ടി ചിഹ്നത്തിലേക്ക് എത്തുന്നത് വളരെ ആലോചനകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. സ്വരാജ് മത്സര രംഗത്തെത്തിയതോടുകൂടി മണ്ഡലത്തിൽ മത്സരം കുറച്ചുകൂടി തീപാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് CPM. അൻവറിൻ്റെ രാജിക്ക് പിന്നാലെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെയൊക്കെ ചുമതല CPM സ്വരാജിന് നൽകിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. നിലമ്പൂർ സ്വദേശിയാണ് സ്വരാജ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇദ്ദേഹം ഉയർന്നു വന്നത്. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. കൂടാതെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, DYFയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് M സ്വരാജ് എന്ന് പറയപ്പെടുന്നത്. 2016-2021 കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലെ നിയമസഭാ അംഗം കൂടിയായിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെയാണ് CPMൻ്റെ പ്രഗത്ഭനായ നേതാവിനെ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നാണ് MV ഗോവിന്ദൻ്റെ അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയപ്പെടുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ നാട്. PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു, അൻവർ ഒറ്റുകൊടുത്തു, രാഷ്ട്രീയ യൂദാസാണ് അൻവർ, കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരി എറിയുന്നു എന്നൊക്കെയാണ് അൻവർ UDFനെ കുറിച്ച് പറഞ്ഞു പരത്തിയിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ദയനീയമായിട്ടൊരു ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കേരളം കാണുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടമാകും നിലമ്പൂർ എന്ന് തന്നെയാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കുവാനും കഴിയുക. പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ അവസാനം CPM തീരുമാനിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയൊക്കെയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടൽ വരെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിറ്റിംഗ് സീറ്റായിട്ടുള്ള നിലമ്പൂരിൽ LDFനും CPMനും ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുവാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മുൻ MLA ആയ സ്വരാജ് കഴിഞ്ഞ തവണ അവിടെ പരാജയപ്പെട്ടിരുന്നു. തൃക്കാക്കരയിലും പാലക്കാടും CPM നടത്തിയ ഈ സ്വതന്ത്ര പരീക്ഷണമുണ്ടല്ലോ, അത് CPMൻ്റെ ഒരു തന്ത്രമായിരുന്നു. ആ നടത്തിയത് പരാജയപ്പെട്ടതോടു കൂടിയാണ് ഇപ്പോൾ സ്വരാജിനെ തന്നെ കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കും. ഇക്കുറി CPM സ്ഥാനാർത്ഥിയെ നിർത്താൻ വൈകിയപ്പോൾ തന്നെ കോൺഗ്രസുകാർ പരിഹാസവുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞിരുന്നത് CPM സ്ഥാനാർത്ഥിയെ തേടി ഇപ്പോൾ OLXലൊക്കെ തേടി നടക്കുകയാണ് എന്നായിരുന്നു അന്നത്തെ ആ വിമർശനം എന്ന് പറയപ്പെടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM ധൈര്യമുണ്ടെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളി ഉയർത്തിയ ആ ഒരു ചോദ്യമുണ്ടായത്. സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ നിലമ്പൂരുകാരനും നിലമ്പൂരിൻ്റെ ചുമതലക്കാരനുമായിട്ടുള്ള M സ്വരാജിനെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറാവുകയും M സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും പരാജയഭീതി കാണാമെന്നും അദ്ദേഹം അതിനകത്ത് കുറിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരിക്കാൻ M സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന 20,000 കടക്കുമെന്നുകൂടി രാഹുൽ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പുകളടക്കം 16 തിരഞ്ഞെടുപ്പുകൾ നടന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 10ലും ജയം കോൺഗ്രസിന് തന്നെയായിരുന്നു, UDFന് തന്നെയായിരുന്നു. കാരണം ഇടത് ചേരിയുടെ 6 ജയങ്ങളിൽ ഒന്ന് 1980 ആര്യാടൻ മുഹമ്മദ് തന്നെ നേടിയെടുത്തതാണ്. ഇടത് സ്വതന്ത്രരായിട്ട് 82 TK ഹംസയും 2016-ലും 2021-ലും PV അൻവറുമാണ് ഇവിടെ നിന്നും വിജയിച്ചു കയറിയത്. അതായത് കുഞ്ഞാലിക്ക് ശേഷം ആരും നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല എന്നർത്ഥം. സ്വരാജ് ഇതിന് മാറ്റമുണ്ടാക്കുമെന്നാണ് CPMൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷയും. സഖാവ് കുഞ്ഞാലിയാണ് ഈ നിലമ്പൂരിൻ്റെ ആദ്യ MLA ആയിരുന്നത്. ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് 2ാം തവണയും ഈ കുഞ്ഞാലി നിലമ്പൂരിൻ്റെ നായകനായി വന്നത്. 1965 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടാണ് ആ ചരിത്രമാണ്. പിന്നീട് C ഹരിദാസും ഒപ്പം തന്നെ ആര്യാടൻ മുഹമ്മദും TK ഹംസയും ഇടതുപക്ഷത്തിൻ്റെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. ഏറെക്കാലം UDF കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും
LDFിനായിരുന്നു എന്നാൽ വിജയം നേടാനായത്. 1965 മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത്. CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കുഞ്ഞാലി അന്ന് ഉജ്ജ്വല വിജയം നേടുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിനെയാണ് അന്ന് തോൽപ്പിച്ചത്. ആർക്കും തന്നെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ ചേർന്നില്ല അന്ന്. 1967 ആര്യാടനെ തോൽപ്പിച്ച് കുഞ്ഞാലി വീണ്ടും MLA ആയി. ജയിലിൽ കിടന്നാണ് അന്ന് കുഞ്ഞാലി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത്. 1969 ജൂലൈ 26 ചുള്ളിയോട് കോൺഗ്രസ് ഓഫീസിൽ തമ്പടിച്ച വർഗശത്രുക്കൾ കുഞ്ഞാലിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അദ്ദേഹം അന്ന് MLA ആയിരുന്നു. അതിനുശേഷം 1970 കോൺഗ്രസിലെ MB ഗംഗാധരനും 77 ആര്യാടൻ മുഹമ്മദിനും നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു. 1980 കോൺഗ്രസിന്റെ യൂത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള LDFിലെ സി ഹരിദാസ് അവിടെ വിജയിക്കുകയും ചെയ്തു. 1980 EK നായനാർ മന്ത്രിസഭയിൽ, ആര്യാടൻ മുഹമ്മദ് വനം വകുപ്പ് മന്ത്രിയുമായിരുന്നു. നിലമ്പൂരിൽ സി ഹരിദാസൻ രാജിവെച്ച ഉപതെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ചാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ വിജയിച്ചു കയറിയത് 80. അതിനുശേഷം 1982 ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ച TK ഹംസ മിന്നുന്ന വിജയം തന്നെ നേടി. 2011 വരെ UDFിലെ ആര്യാടൻ മുഹമ്മദിനെ തുണച്ച മണ്ഡലം 2016 PV അൻവറിലൂടെ LDF തിരിച്ചു പിടിക്കുകയായിരുന്നു. 2021 LDF അവിടെ വിജയം ആവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളും ഒപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ LDF ഭരിച്ച പഞ്ചായത്തുകളാണ് എന്നുള്ളതാണ്. 2016 വഴക്കടവ്, മുത്തേടം, കരുളായി പഞ്ചായത്തുകളിൽ LDF ഭരണമായിരുന്നു. നിലവിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിലുമൊക്കെ LDF ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. ബാക്കിയെല്ലാം UDFന്റെ നേതൃത്വത്തിൽ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും 1965 മുതൽ വിജയിച്ച സ്ഥാനാർത്ഥികളും അവരുടെ ഭൂരിപക്ഷവും എന്ന് നോക്കുകയാണെങ്കിൽ 1965 CPMന്റെ കെ കുഞ്ഞാലി 7161 വോട്ടിനാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. 1967 വീണ്ടും കെ കുഞ്ഞാലി തന്നെ CPMന്റെ 9789 വോട്ടുകൾക്ക് അവിടെ നിന്ന് ജയിക്കുന്നു. 1970 അവിടെ നടന്നതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ MB ഗംഗാധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി 5574 വോട്ടുകൾക്ക് അവിടെ നിന്ന് വിജയിക്കുന്നു. 70 MB ഗംഗാധരൻ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പോഴും അദ്ദേഹം 2811 വോട്ടുകൾക്കാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. 1977 ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, 7715 വോട്ടുകൾക്ക് വിജയിക്കുന്നു. 1980 സി ഹരിദാസ് കോൺഗ്രസ് U ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഹരിദാസ് 6423 വോട്ടുകൾക്കാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. 1980 ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് U സ്ഥാനാർത്ഥിയായിട്ട് 17841 വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. 1982 TK ഹംസ LDFന്റെ സ്വതന്ത്രനായിട്ട് 6423 വോട്ടുകൾക്ക് ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. 1987 ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് 10332 വോട്ടുകൾക്കാണ് നിലമ്പൂരിൽ വിജയിക്കുന്നത്. 1991 ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ വിജയിക്കുന്നത് 7684 വോട്ടിന്. 1996 ആര്യാടൻ മുഹമ്മദ് വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു. 6693 വോട്ടുകൾക്ക് വിജയിക്കുന്നു. 2001 ആര്യാടൻ മുഹമ്മദാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. പക്ഷേ ഭൂരിപക്ഷം കൂടുന്നു, 21620 ആകുന്നു. 2006 ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 18070 ആകുന്നു. 2011 ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 8598 കുറയുകയും ചെയ്യുന്നുണ്ട്. 2016 ആകുമ്പോഴത്തേനും PV അൻവർ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നു. 11504 വോട്ടുകൾക്ക് വിജയിക്കുന്നു. 2021 PV അൻവർ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുന്നു. പക്ഷേ ഭൂരിപക്ഷം കുറയുന്നു. 2700 വോട്ടുകളിലേക്ക് എത്തി വിജയിക്കുകയാണ് അവിടെ നിന്നും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ നിലമ്പൂരിലെ ഒരു കണക്കെന്ന് പറയപ്പെടുന്നത്. 2021 നിലമ്പൂരിൽ രണ്ടാം തവണയും LDF സ്വതന്ത്രൻ PV അൻവർ ബെന്നിക്കൊടി പാറിച്ചത് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴും മുൻ കോൺഗ്രസ്സുകാരൻ എന്ന പ്രതിച്ഛായയിലായിരുന്നു അവിടെ നിന്നും വിജയിച്ചു കയറുന്നത്. അൻവറിൻ്റെ വിജയം എപ്പോഴും അങ്ങനെയായിരുന്നു. 2016 നേടിയ 11504 എന്ന തിളക്കമാർന്ന ഭൂരിപക്ഷത്തിന് പക്ഷേ കഴിഞ്ഞ തവണ വൻ ഇടിവ് നേരിട്ടു. 2794 വോട്ടിനാണ് അൻവർ രണ്ടാമത് വിജയിക്കുന്നത്. 2025 ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ LDFിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്നതാണ്. നിലമ്പൂർ നഗരസഭയും ഒപ്പം തന്നെ വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ, പോത്തുകല്ല്, കരുളായി, അമരമ്പലം ഗ്രാമപഞ്ചായത്തുകളും ഒപ്പം തന്നെ അവർ ഉൾപ്പെടുന്നതാണ് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോത്തുകൽ, അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും LDFന് ഒപ്പമായിരുന്നു. കൂടാതെ വഴിക്കടവ്, മുത്തേടം, എടക്കര, ചുങ്കത്തറ, കരുളായി എന്നീ 5 പഞ്ചായത്തുകളിലാണ് UDFന് മുൻതൂക്കം നേടാനും കഴിഞ്ഞത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത്. മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ UDFൻ്റെയും 2 പഞ്ചായത്തുകളും നഗരസഭയും LDFൻ്റെയും കൈവശമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. അവിടേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും CPM ചിഹ്നത്തിൽ മത്സരിക്കുവാനായിട്ട് നിലമ്പൂരുകാരനായ സ്വരാജും എത്തുന്നതും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയപ്പെടുന്നത് പരസ്പരം പോരടിയുടെ
ഒരു മത്സരമായിരിക്കും. അങ്ങനെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.